ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ചെയിനിനെ കുറിച്ചാണ്. എന്താണ് ഓപ്ഷൻ ചെയിൻ, എന്തൊക്കെ കോമ്പണൻസ് ഉണ്ട്, എന്താണ് ഇൻ ദ മണി, എന്താണ് ഔട്ട് ഓഫ് ദ മണി, എന്താണ് പ്രീമിയം, എന്താണ് ഇൻട്രൻസിക് വാല്യൂ, എന്താണ് എക്സ്ട്രൻസിക് വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ നമുക്ക് എന്തെങ്കിലും ഒരു ട്രേഡിംഗ് ഡിസിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമേ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഇതുവഴി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം സമയം കണ്ടെത്തി പഠിക്കുക, നെറ്റ് വഴി സെർച്ച് ചെയ്ത് പഠിക്കുക, പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുക, യൂട്യൂബ് വീഡിയോസ് കാണുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഓപ്ഷൻ ചെയിൻ അനലൈസ് ചെയ്യണതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കീ പ്രൈസ് ലെവൽസ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന്, മാർക്കറ്റ് സെന്റിമെന്റ്, എക്സ്പെക്ടഡ് വോളറ്റൈലിറ്റി, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓപ്ഷൻ ചെയിൻ അനലൈസ് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ്. എഫക്റ്റീവ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ്, ഇപ്പൊ ഏത് സ്ട്രൈക്ക് തിരഞ്ഞെടുക്കണം, എന്താണ് സ്പോട്ട്, എന്താണ് വോളറ്റൈലിറ്റി, ഡെൽറ്റ വാല്യൂ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ നിന്നാണ് നമുക്ക് സൈറ്റ് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ചെയിനകത്തു നിന്നാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ചെയിൻ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ള ബെനിഫിറ്റ് ആണ് ഇത്തരം കാര്യങ്ങൾ. എന്താണ് ഓപ്ഷൻ ചെയിൻ? ഒരു റെസ്റ്റോറന്റിലെ മെനു കാർഡ് പോലെയാണ് ഓപ്ഷൻ ചെയിൻ. അതായത് ഒരു സ്പെസിഫിക് അണ്ടർലൈങ് അസറ്റിന്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ്, ഇതേപോലെയുള്ള സ്പെസിഫിക് അസറ്റിന്റെ ഓപ്ഷൻ കോൺട്രാക്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ ചെയിനിലാണ്. എന്താണ് ഓപ്ഷൻ ചെയിൻ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ കോൺട്രാക്ട്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ കോൺട്രാക്ട്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്ട്രൈക്ക് പ്രൈസിനനുസരിച്ചാണ്. അതില് ഒരു സൈഡ് കോൾ ഓപ്ഷൻ കോൺട്രാക്ട്സും മറു സൈഡ് പുട്ട് ഓപ്ഷൻ കോൺട്രാക്ട്സും ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കാം. ഇത് ബ്രോക്കർ ആപ്പാണ്. ഇതിനകത്ത് ഇപ്പൊ ഹിൻഡൽക്കോ സ്റ്റോക്കിന്റെ ചാർട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ്, ഏതിന്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാലും ഇത് ഇൻഡെക്സിന്റെ ചാർട്ടാണ്. നിഫ്റ്റി 50 ഇൻഡെക്സിന്റെ ചാർട്ടാണിത്. ഇതിന്റെ ഓപ്ഷൻ ചെയിൻ നമുക്ക് എടുക്കണമെങ്കിൽ ഇവിടെ ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് അപ്സ്റ്റോക്സിന്റെ ആപ്പാണ്. അതേപോലെ തന്നെ F&O ഓപ്പൺ ആക്കിയിട്ടുള്ള സ്റ്റോക്കോ ഇൻഡെക്സോ എടുക്കണമെങ്കിലും സെയിം ഓപ്ഷനാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഓപ്ഷൻ ചെയിൻ അവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ഓപ്ഷൻ ചെയിനിൽ നിന്ന് ഏത് കോൺട്രാക്ട് വേണമെങ്കിലും വിൽക്കാനോ വാങ്ങാനോ സാധിക്കും. ബ്രോക്കർ അക്കൗണ്ട് ഇല്ലാത്തവർ തുടങ്ങുക. ഇന്ത്യയിൽ ലീഡിംഗ് ആയിട്ടുള്ള ബ്രോക്കർ ആപ്പുകളാണ്. ഒന്ന് അപ്സ്റ്റോക്സും വേറൊന്ന് സിറോദയും. വേറെയും ബ്രോക്കർ ആപ്പുകളുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് അപ്സ്റ്റോക്സ് ആണ്. ഞാനത് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട്. ഇല്ലാത്തവർ അക്കൗണ്ട് തുടങ്ങുക. ഈ സെൻട്രൽ കാണിച്ചിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസുകളാണ്. സ്പോട്ട്, നിലവിൽ നിഫ്റ്റി ഇൻഡെക്സിന്റെ പ്രൈസ് ആയിരിക്കും സ്പോട്ട് പ്രൈസ്. ആ വിലകളുള്ള കോൺട്രാക്ട് ആയിരിക്കും ഈ ഭാഗത്തുള്ളത്. ബാക്കി ഈ വിലകൾക്കനുസരിച്ചാണ് കോൺട്രാക്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് പ്രൈസിന്റെ ഡിഫറൻസിനനുസരിച്ചാണ് ഓപ്ഷൻ ചെയിനിൽ ഓപ്ഷൻ കോൺട്രാക്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു സൈഡ് കോൾ ഓപ്ഷൻ കോൺട്രാക്ട് ആണ് ഇതാ കാണിച്ചിട്ടുള്ളത്. കോൾ ഓപ്ഷൻ കോൺട്രാക്ട്സ് ആണ്. മറു സൈഡ് കാണിച്ചിട്ടുള്ളത് പുട്ട് ഓപ്ഷന്റെ കോൺട്രാക്ട്സ് ആണ്. ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ കോൺട്രാക്ട്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും. അതായത് ഇൻ ദ മണി ITM, അറ്റ് ദ മണി ATM, ഔട്ട് ഓഫ് ദ മണി OTM. ഈ ടേംസ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൂടുതലും ATM, OTM, ITM ഇതായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. ATM, OTM, ITM ഇത് ഓപ്ഷൻ ചെയിനിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചെയിനിൽ രണ്ട് സൈഡിലായിട്ടാണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിനെ ഓരോന്നിനെയും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് നോക്കുമ്പോൾ കോൾ ഓപ്ഷന്റെ ഈ കളർ ഷെയ്ഡ് മാറിയിട്ടുള്ളത് കോൾ ഓപ്ഷൻ നിഫ്റ്റിയുടെ ഇൻ ദ മണി ഓപ്ഷൻ കോൺട്രാക്റ്റുകളാണിത്. അത് സ്ട്രൈക്ക് പ്രൈസിന്റെ ഡിഫറൻസിനനുസരിച്ചാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കി. അപ്പോൾ അതില് ഇത്രയും ഭാഗത്തുള്ളത് ഇൻ ദ മണി ഓപ്ഷൻസ് ആണ്. ഈ കളർ ചേഞ്ച്. അതേപോലെ ഇവിടെ ഈ കളർ വ്യത്യാസമായിട്ട് കാണുന്ന ഇത്രയും ഭാഗം ഇത് പുട്ട് ഓപ്ഷന്റെ ഇൻ ദ മണി ഓപ്ഷൻസ് ആണ്. ഇത് ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷന്റെ ഔട്ട് ഓഫ് ദ മണി കോൺട്രാക്ട് ആണ് ഈ സൈഡിലുള്ളത്. അതേപോലെ കോൾ ഓപ്ഷന്റെ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ആണ് ഈ ഭാഗത്തുള്ളത്. ഈ സെൻട്രൽ സ്പോട്ടിന് അപ്രോക്സിമേറ്റ്ലി സ്പോട്ടിനടുത്തുള്ള തൊട്ടടുത്ത സ്ട്രൈക്കുകളും സ്പോട്ട് സ്ട്രൈക്കുകളും ATM ഓപ്ഷൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ITM, ATM, OTM ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓപ്ഷൻ പ്രൈസിംഗില് മെയിൻ ആയിട്ട് ഓപ്ഷൻ പ്രീമിയത്തിന് ബാധിക്കുന്ന ഘടകങ്ങൾ ഓപ്ഷൻ ഗ്രീക്സും വോളറ്റൈലിറ്റിയും. ATM, ITM, OTM അതിന് മൂന്ന് ഭാഗത്തുള്ള കോൺട്രാക്റ്റും മൂന്ന് രീതിയിലായിരിക്കും അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിത് ബേസ് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി എങ്ങനെയാണ് ഓപ്ഷനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അത് എന്ത് വാല്യൂസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളത്. ഇത് സ്ട്രൈക്ക് പ്രൈസിന് വ്യത്യാസത്തിനനുസരിച്ചാണ് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി എന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എക്സ്പയറി ഇതിപ്പോ March 17
എക്സ്പയറി ആകുന്ന കോൺട്രാക്റ്റുകളാണ്. സ്ട്രൈക്ക് പ്രൈസുമായിട്ടുള്ള ഡിഫറൻസിനനുസരിച്ചാണ് ഓപ്ഷൻ കോൺട്രാക്ട്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായി. അത് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് സ്ട്രൈക്ക് പ്രൈസുമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഓപ്ഷൻ ചെയിനിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഉള്ളത്, എന്തൊക്കെ കോമ്പണൻസ് ആണ് അതിനകത്ത് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത്. വേണമെങ്കിൽ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. 1 സ്ട്രൈക്ക് പ്രൈസ്, 2 പ്രീമിയം, 3 ഓപ്പൺ ഇൻട്രസ്റ്റ്, 4 വോളിയം, 5 ഇംപ്ലൈഡ് വോളറ്റിലിറ്റി, 6 ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ്, 7 എക്സ്പയർഷൻ ഡേറ്റ്, 8 മണീനെസ് ഓഫ് ഓപ്ഷൻ, 9 ഓപ്ഷൻ ഗ്രീക്സ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ആണ് ഒരു ഓപ്ഷൻ ചെയ്യുന്നതിനകത്തുള്ളത്. അത് നമുക്ക് 1 by 1 ആയിട്ട് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് സ്ട്രൈക്ക് പ്രൈസും സ്പോട്ട് പ്രൈസും എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് സ്പോട്ട് പ്രൈസ്. നിങ്ങൾ ഭാവിയിൽ ഒരു വീട് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. നിലവിൽ ആ വീടിന്റെ വില 50 ലക്ഷം രൂപയാണ്. അതാണ് സ്പോട്ട് പ്രൈസ്, അതായത് നിലവിലെ വീട്ടിന്റെ വില. ഫ്യൂച്ചറിൽ ആ വീട് 75 ലക്ഷം രൂപ എത്തുമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോ ആ വീട് 55 ലക്ഷം രൂപയ്ക്ക് വാങ്ങാനുള്ള ഒരു കരാറ് നിങ്ങൾ ഇന്ന് വാങ്ങുന്നു. എത്ര രൂപയ്ക്ക്? 55 ലക്ഷം രൂപയ്ക്ക്. ആ 55 ലക്ഷം രൂപയാണ് സ്ട്രൈക്ക് പ്രൈസ്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വില. അപ്പോ ഈ 55 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ നിങ്ങൾ വാങ്ങിയ കരാറിന് കൊടുക്കുന്ന പ്രൈസ് ആണ് പ്രീമിയം. അപ്പോ ഫ്യൂച്ചറിൽ ആ വീട് 75 ലക്ഷം രൂപ എത്തി. അപ്പോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോൺട്രാക്ട് വെച്ച് നിങ്ങൾക്കത് 55 ലക്ഷം രൂപയ്ക്ക് വാങ്ങാം. ഈ സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും മാർക്കറ്റിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്പോട്ട് പ്രൈസ്, സ്ട്രൈക്ക് പ്രൈസ്, പ്രീമിയം. ഇതാണ് സ്പോട്ട് പ്രൈസ്. അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസിന് സെയിം ആയിട്ടുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റുകളാണ്. അത് നിലവിലെ വിലയാണ്, അണ്ടർലൈങ് അസറ്റിന്റെ നിലവിലെ വിലയാണ്. ഇത് സ്ട്രൈക്ക് പ്രൈസസ് നമ്മൾ ഡീൽ ഉറപ്പിക്കുന്ന വിലകളാണ്. നമ്മൾ നോക്കിയതുപോലെ തന്നെ സെയിം ആണ് ഇവിടെയും. ഇതാണ് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് അവസാനം വാങ്ങിയിരിക്കുന്നത് ഈ വിലകളിലാണ്. അതാണ് പ്രീമിയം ഓരോ കോൺട്രാക്ടിന്റെയും. ഏത് സ്ട്രൈക്കിലുള്ള കോൺട്രാക്റ്റുകളാണ് നിങ്ങൾക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. ബാക്കി നമുക്ക് ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നോക്കാം. വോളിയം, IV, ഗാമ, തീറ്റ, OI, ബിഡ് ആസ്ക് പ്രൈസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. എങ്കിലും ബേസിക് ഫുൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എളുപ്പമാണ്. സ്ട്രൈക്ക് പ്രൈസ് എന്താണ്, സ്പോട്ട് പ്രൈസ് എന്താണ്, പ്രീമിയം എന്താണ്, അത് ഓപ്ഷൻ ചെയിനിൽ എവിടെയാണ് ഉള്ളത് നമ്മൾ നോക്കി. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഓപ്ഷൻ പ്രീമിയം. ബയ്യർക്കും സെല്ലർക്കും എങ്ങനെയാണ് പ്രോഫിറ്റ് അതിൽ നിന്ന് ജനറേറ്റ് ആവുന്നത്, ഓപ്ഷൻ പ്രീമിയത്തിനകത്ത് എന്തൊക്കെ കോമ്പണൻസ് ആണ് ഉള്ളത്, ഇൻട്രൻസിക് വാല്യൂ എന്താണ്, എക്സ്ട്രൻസിക് വാല്യൂ എന്താണ് എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓപ്ഷൻ പ്രീമിയം ഒരു ബയ്യർ സൈഡ് ആണെങ്കിൽ ഒരു അസറ്റിനെ വിൽക്കാനോ വാങ്ങാനോ ഉള്ള അവകാശത്തിന് വേണ്ടി കൊടുക്കുന്ന പൈസയാണ്, ഒരു ഹോപ്പ് വാല്യൂ ആണ്. അതായത് മാർക്കറ്റിൽ ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്യുന്നു, അത് നടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ടോക്കൺ എമൗണ്ട് ആണ് പ്രീമിയം. മറിച്ച് സെല്ലർ സൈഡ് ആണെങ്കിൽ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ആ പ്രീമിയം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആ ഓപ്ഷൻ കോൺട്രാക്ട് വിൽക്കുന്ന ആള് ബയ്യറിൽ നിന്ന് വാങ്ങുന്ന എമൗണ്ട് ആണ് ഓപ്ഷൻ പ്രീമിയം. കോമ്പണൻസ് ഓഫ് ഓപ്ഷൻ പ്രീമിയം. ഓപ്ഷൻ പ്രീമിയത്തിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള 2 കോമ്പണൻസ് ആണ് ഇൻട്രൻസിക് വാല്യൂ ആൻഡ് എക്സ്ട്രൻസിക് വാല്യൂ. ഇൻട്രൻസിക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. എക്സ്ട്രൻസിക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം വാല്യൂ, വോളറ്റിലിറ്റി വാല്യൂ ആണ്. നമുക്കിനി ഇതിനെ ഒരു എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്താണ് ഇൻട്രൻസിക് വാല്യൂ, എക്സ്ട്രൻസിക് വാല്യൂ എന്ന് നോക്കാം. ഇൻട്രൻസിക് വാല്യൂ ഇൻ ദ മണി ഓപ്ഷൻ കോൺട്രാക്റ്റുകൾക്ക് മാത്രമാണ് ഇൻട്രൻസിക് വാല്യൂ ഉള്ളത്. ATM ഓപ്ഷൻസിനും OTM ഓപ്ഷൻസിനും ഇൻട്രൻസിക് വാല്യൂ ഇല്ല. അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അണ്ടർലൈങ് അസറ്റ് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്, അതായത് സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്, അതാണ് ഇൻട്രൻസിക് വാല്യൂ. സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. അപ്പൊ നമുക്ക് ഇൻട്രൻസിക് വാല്യൂ കിട്ടും. ഇൻ ദ മണി ഓപ്ഷൻസിന് മാത്രമാണ് ഇൻട്രൻസിക് വാല്യൂ ഉള്ളത്. അപ്പോൾ ആ ഇൻട്രൻസിക് വാല്യൂ കണ്ടെത്താനുള്ള മാർഗം സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് ആണ് ഇൻട്രൻസിക് വാല്യൂ. അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് മൈനസ് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള പ്രൈസ്, അപ്പൊ ഇൻട്രൻസിക് വാല്യൂ കിട്ടും. ഇനി പുട്ട് ഓപ്ഷൻ ആണെങ്കിലോ സ്ട്രൈക്ക് പ്രൈസ് മൈനസ് അണ്ടർലൈങ് അസറ്റ് പ്രൈസ്, അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്, ഇൻട്രൻസിക് വാല്യൂ കിട്ടും. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കാം. കോൾ ഓപ്ഷൻ പ്രീമിയം 250 രൂപ, നിഫ്റ്റി സ്പോട്ട് 20,000 രൂപ. നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത പ്രൈസ് 19,000
800 രൂപ. അപ്പോൾ എന്താണ് കാൽക്കുലേഷൻ? സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്, അതായത് 20,000 മൈനസ് 19,800, അപ്പോൾ ഈക്വൽ ടു 200 പോയിന്റ്. അപ്പൊ 200 പോയിന്റ് ആണ് നിങ്ങളുടെ ഇൻട്രൻസിക് വാല്യൂ. ഇൻട്രൻസിക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഓപ്ഷൻ കോൺട്രാക്ടിന്റെ ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. അത് സ്പോട്ട് പ്രൈസ് മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള ഇൻട്രൻസിക് വാല്യൂ മാറാം. എക്സ്ട്രൻസിക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോപ്പ് വാല്യൂ ആണ്. ഫ്യൂച്ചർ മൂവ്മെന്റ്സ് എങ്ങോട്ട് നീങ്ങുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഓപ്ഷന്റെ പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ആ നീക്കത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൈസയാണ് എക്സ്ട്രൻസിക് വാല്യൂ. ഇത് എല്ലാ ഓപ്ഷൻസിനും, അതായത് ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, അറ്റ് ദ മണി, എല്ലാത്തിലും അവൈലബിൾ ആണ് എക്സ്ട്രൻസിക് വാല്യൂ. അത് എക്സ്പയറി ആവുമ്പോൾ 0 ആവും. എക്സ്ട്രൻസിക് വാല്യൂല് 2 കോമ്പണൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞ്, ഒന്ന് ടൈം വാല്യൂ ആണ്. അത് നിങ്ങളുടെ കോൺട്രാക്ട് ഇനി എക്സ്പയറിക്ക് എത്ര ദിവസം ഉണ്ടെന്നനുസരിച്ചാണ് ടൈം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തൊന്നുള്ളതാണ് വോളട്ടിലിറ്റി വാല്യൂ, അതായത് മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ ആണ് വോളട്ടിലിറ്റി വാല്യൂ. ഇംപ്ലൈഡ് വോളട്ടിലിറ്റി ആണ് ഓപ്ഷൻ ഗ്രീക്സിൽ വേഗ അളക്കുന്നത്. അത് പഠിക്കാനുള്ള വിഷയമാണ്. നമുക്ക് ഓപ്ഷൻ പ്രൈസിംഗിൽ അത് അങ്ങോട്ട് നമുക്ക് പഠിക്കാം. കാൽക്കുലേഷൻ പ്രീമിയം മൈനസ് ഇൻട്രൻസിക് വാല്യൂ ആണ് എക്സ്ട്രൻസിക് വാല്യൂ കണ്ടെത്താനുള്ള കാൽക്കുലേഷൻ. നിഫ്റ്റി 20,000 രൂപയിൽ നിലവിൽ ട്രേഡ് ചെയ്യുന്നു. സ്പോട്ട് പ്രൈസ് 20,000, സ്ട്രൈക്ക് 19,800, പ്രീമിയം 250 രൂപ, ഇൻട്രൻസിക് വാല്യൂ 200. അപ്പോൾ എക്സ്ട്രൻസിക് വാല്യൂ എന്നാണ് പ്രീമിയം മൈനസ് ഇൻട്രൻസിക് വാല്യൂ. 250 മൈനസ് 200, അപ്പോൾ എക്സ്ട്രൻസിക് വാല്യൂ 50. ലോട്ട് സൈസ് ആൻഡ് എക്സ്പയറി ഡേറ്റ്. ഒരു കോൺട്രാക്റ്റിൽ എത്ര സ്റ്റോക്കുകളാണ് നമുക്ക് വിൽക്കാനോ വാങ്ങാനോ ഉള്ള അവകാശം നൽകിയിട്ടുള്ളത് എന്നുള്ളതിന്റെ കൗണ്ട് ആണ് ലോട്ട് സൈസ്. ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ പ്രീമിയം 5 രൂപയാണെങ്കിൽ അതിനകത്ത് 700 സ്റ്റോക്കുകളെ വിൽക്കാനോ വാങ്ങാനോ ഉള്ള അവകാശം നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് ലോട്ട് സൈസ്. അത് തീരുമാനിക്കുന്നത് സെബിയാണ്. എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീമിയത്തിന്റെ വില 5 രൂപ, അതിനുള്ള അണ്ടർലൈങ് അസറ്റുകളുടെ എണ്ണം 500 ആണെങ്കിൽ 5x500 ആയിരിക്കും നിങ്ങൾക്ക് മുടക്കേണ്ട, ആ കോൺട്രാക്ട് വാങ്ങാൻ മുടക്കേണ്ട മുടക്കുമുതൽ. അപ്പൊ അതാണ് ലോട്ട് സൈസ്. എക്സ്പയറി ഡേറ്റ്. ഓപ്ഷൻ കോൺട്രാക്റ്റുകൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്പാൻ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. നിങ്ങൾ ഒരു കോൺട്രാക്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്നാണ് നടപ്പിലാകുന്ന ഡേറ്റ്, അതാണ് എക്സ്പയറി ഡേറ്റ്. ആ ഡേറ്റ് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണിയിലുള്ള കോൺട്രാക്റ്റുകളെല്ലാം 0 ആകും. ഒരു റീകപ്പാണ്. മണീനെസ് ഓഫ് ഓപ്ഷൻ: ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി. ഓപ്ഷൻ പ്രീമിയം, സ്ട്രൈക്ക് പ്രൈസ്, സ്പോട്ട് പ്രൈസ് എന്താണ് നമ്മൾ മനസ്സിലാക്കി. ITM ഓപ്ഷൻസ് ഇൻട്രൻസിക് വാല്യൂ ഉള്ളത് ഇൻ ദ മണി ഓപ്ഷൻസ് മാത്രമാണ്. അത് കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനും ഇൻ ദ മണിക്ക് മാത്രമാണ്. അപ്പൊ ഇൻ ദ മണി എവിടെയാണെന്ന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കോൾ ഓപ്ഷൻ ആണെങ്കിൽ സ്പോട്ട് പ്രൈസിന് മുകളിലോട്ടും, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ സ്പോട്ട് പ്രൈസിന് താഴോട്ടും ഓപ്ഷൻ ചെയിനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇൻ ദ മണി ഓപ്ഷൻസ്. ATM ഓപ്ഷൻസ് അണ്ടർലൈങ് അസറ്റിന്റെ സെയിം പ്രൈസോ അപ്രോക്സിമേറ്റ്ലി തൊട്ടടുത്ത പ്രൈസിലുള്ള സ്ട്രൈക്കുകളാണ് ATM ഓപ്ഷൻസ്. ATM ഓപ്ഷൻസിന് ഇൻട്രൻസിക് വാല്യൂ ഇല്ല, ഓൺലി എക്സ്ട്രൻസിക് വാല്യൂ, ടൈം വാല്യൂ ആൻഡ് വോളട്ടിലിറ്റി വാല്യൂ മാത്രമേ ATM ഓപ്ഷൻസിനുള്ളൂ. മാർക്കറ്റിലെ പെട്ടെന്നുള്ള നീക്കങ്ങൾ, അതായത് പെട്ടെന്ന് ഉള്ള മാർക്കറ്റിലെ നീക്കങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ATM ഓപ്ഷൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മാർക്കറ്റ് കണ്ടീഷനനുസരിച്ച് എങ്ങനെ വേണം എടുക്കാം. ജനറൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ITM OTM ഓപ്ഷനുകളെ കമ്പയർ ചെയ്യുമ്പോൾ ടൈം ഡീക്ക് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ATM ഓപ്ഷനുകളെയാണ്. അതായത് ഹൈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓപ്ഷനാണ് അറ്റ് ദ മണി ഓപ്ഷൻസ്. ഇന്ന് മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് സെല് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രീമിയം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള നീക്കത്തിൽ ബയർമാർക്ക് കൂടുതൽ ലാഭം കിട്ടാനുള്ള പോസിബിലിറ്റിയും അറ്റ് ദ മണി ഓപ്ഷൻസിനുണ്ട്. OTM ഓപ്ഷൻസ് ഓപ്ഷൻ ചെയിനിൽ എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കി. OTM ഓപ്ഷനുകൾക്കും ഇൻട്രൻസിക് വാല്യൂ ഇല്ല. ഉള്ളത് ടൈം വാല്യൂ, വോളട്ടിലിറ്റി വാല്യൂ മാത്രമാണ് OTM ഓപ്ഷനുകൾക്ക് ഉള്ളത്. OTM ഓപ്ഷനുകൾക്ക് ഡെൽറ്റ വാല്യൂ കുറവായിരിക്കും. അത് നമ്മൾ ഓപ്ഷൻ പ്രൈസിങ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് പെട്ടെന്നുള്ള നീക്കത്തിൽ പ്രീമിയത്തിലുണ്ടാകുന്ന വ്യതിയാനം വളരെ കുറവായിരിക്കും OTM ഓപ്ഷനുകൾക്ക്. ATM ഓപ്ഷനെയും ITM ഓപ്ഷനുകളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലോ ആയിട്ടുള്ള പ്രീമിയത്തിലെ മാറ്റം ഉണ്ടാക്കുന്നത് ഔട്ട് ഓഫ് ദ മണിയിലാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ കാണുക. എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കുന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്.
അത് കഴിഞ്ഞിട്ട് എന്താണ് ഓപ്ഷൻ കോൺട്രാക്ട് എന്നത്, അത് ഓപ്ഷൻ കോൺട്രാക്ട് എന്താണെന്നുള്ളത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ ഓപ്ഷൻ ഫണ്ടമെന്റൽസിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ടെക്നിക്കൽ സൈഡിലുള്ള വീഡിയോസ് ഉണ്ട്. ഓപ്ഷൻ ഫണ്ടമെന്റൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓപ്ഷൻ മെട്രിക്സും ഓപ്ഷൻ പ്രൈസിംഗും ആണ്. ഓപ്ഷൻ പ്രൈസിംഗിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓപ്ഷൻ ഗ്രീക്സും വോളറ്റിലിറ്റിയും ആണ്. ഓപ്ഷൻ മെട്രിക്സിനകത്താണെങ്കിൽ കോൾ പുട്ട് റേഷ്യോ, ഓപ്പൺ ഇൻട്രസ്റ്റ്, വോളിയം, അങ്ങനെയുള്ള മെട്രിക്സുകളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.